ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ബ്രോക്കോളി തോരൻ റെഡിയാക്കിയാലോ. എങ്ങനെയാണ് ബ്രോക്കോളി തോരൻ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ നമുക്ക് ലീഫ് കളഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ലീഫ് കളയാതെയാണ് ഫ്ലവർ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊരു 3-4 വെള്ളം നമ്മൾ വാഷ് ചെയ്യണം. ഉപ്പിട്ട് വേണമെങ്കിലും വാഷ് ചെയ്യാം. മഞ്ഞപ്പൊടിയിലും ഉപ്പിലും ഇട്ടിട്ട് അങ്ങനെ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഈ ഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് നമ്മളിങ്ങനെ തോരന് കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സവാള ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള ഓപ്ഷനിലാണ്, ഇഷ്ടമല്ലാത്തവർ ഇടണ്ട. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട്, പാനോ ചട്ടിയോ നമ്മുടെ കയ്യിലുള്ളത് അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി കടുകിട്ട് പൊട്ടിക്കാം. കയ്യിൽ വറ്റൽമുളക് ഉള്ളവർക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കോളി സവാളയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പിടി തേങ്ങയും തേങ്ങ തിരുകിയതും അതിലോട്ട് 3 പച്ചമുളകും 1 അല്ലി വെളുത്തുള്ളിയും 1/4 സ്പൂൺ ജീരകവും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇവിടെ ഞാൻ ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബ്രോക്കോളി റെഡിയായോ നോക്കാം. ബ്രോക്കോളി വാടി വന്നിട്ടുണ്ട്. ബ്രോക്കോളി ഒന്നും ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്യേണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പുമായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചച്ചവ മാറി വരാനായിട്ട് നമുക്കൊന്ന് അടച്ച് കുക്ക് ചെയ്യാം. അരപ്പിൻ്റെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തോരൻ ഏതാണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ഇട്ട് അങ്ങ് മൂപ്പിച്ച് ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കി കളയരുത്. ബ്രോക്കോളി അങ്ങനെ ഒരുപാട് കുക്ക് ചെയ്യണ്ട. ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറൊക്കെ വരുമ്പോഴത്തേക്ക്, അടിയിലൊന്ന് ചെറിയൊരു ബ്രൗണിഷ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെള്ളം വറ്റി വരുമ്പോൾ അങ്ങ് ഓഫാക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.